അങ്ങനെ അലീനയും രോഹിത്തും എല്ലാവരും കൂടെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചനൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് വരുമ്പോൾ അലീന അവിടെ കാണുമോ, ഞങ്ങൾ വരുമ്പോൾ കാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് അലീന ചേച്ചിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അലീന ചേച്ചി അവിടെ നിൽക്കണമെന്ന് തീരുമാനിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചേച്ചി ഇല്ലെങ്കിലും നിങ്ങളങ്ങോട്ട് വരണം, നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരികയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും മക്കളുണ്ടായിട്ടാണോ ഞങ്ങളുടെ മക്കളില്ലാത്തവരെ പോലെ ഇവിടെ ഇത്രയും കാലം ഇരുന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഇങ്ങനെയും വീടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോയി നിൽക്കാനും എല്ലാം സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനുമുള്ള വീട് നമുക്കുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അങ്ങനെ അവർ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയറിയാത്തത് കൊണ്ട് അടുത്തൊരു കടയിൽ നിർത്തി ചോദിക്കാമെന്ന് വെച്ച് ഒരു ചായക്കടയിൽ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് അന്വേഷിക്കുന്നുണ്ട്, സ്റ്റാലിൻ ജോസഫിൻ്റെ വീട് ഇവിടെ അടുത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ കുറച്ച് നേരം ആലോചിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, അതെ, പട്ടാളക്കാരനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, അയാളാണ് എന്ന് പറയുന്നുണ്ട്. അയാൾ എന്നും രാവിലെ ഒരു 4 നായ്ക്കളെയും കൂട്ടിയിട്ട് ജീപ്പിൽ, പട്ടാള ജീപ്പിൽ പോവാറുണ്ട്. ആരുടെ അടുത്ത് സംസാരിക്കാറൊന്നുമില്ല. എപ്പോഴും വെള്ളമടി തന്നെയാണ്. രാവിലെ എണീറ്റതും ഒരു കുപ്പി പൊട്ടിക്കും, അതുകൊണ്ടാണ് മുഖം കഴുകൽ. പിന്നെ എപ്പോഴും കുടിക്കൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളും മക്കളൊന്നും, ഭാര്യയും മക്കളൊന്നും ഇല്ലേ അയാൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോയി, 4 മക്കളുണ്ട്, ഭാര്യ ഇട്ടിട്ട് പോയി, മക്കൾ ഇട്ടിട്ട് പോയി, ഇങ്ങനെ കള്ളു കുടിച്ച് നടന്ന ആരാ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്തിനാ അയാളെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കടയിലുള്ള ആൾ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ 2-3 പട്ടിയുണ്ട്, അപ്പോൾ അയാൾക്ക് കൊടുക്കണം, എന്നിട്ട് അയാളുടെ അടുത്ത് നല്ലതുണ്ടെങ്കിൽ എനിക്ക് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഗോവർദ്ധനാണെങ്കിൽ ചായക്കടയിലുള്ള ആൾ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആൾക്ക് നല്ല പേടിയായി. ബാലേട്ടാ, നമുക്കിനി അങ്ങോട്ട് പോകണോ, നമുക്ക് തിരിച്ചു പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ വരണ്ട, കാറിൽ തന്നെ ഇരുന്നാൽ മതി, ഞാൻ പോയിട്ട് അയാളുടെ അടുത്ത് സംസാരിക്കാം, നിനക്ക് നല്ല പേടിയുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പിന്നെയും വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. ബബിതയും അലീനയും കൃഷ്ണയും രോഹിത്തൊക്കെ കാറിൽ വീട്ടിലെത്താറായി. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകണ്ട, ഇത്രയും ദിവസം ടെൻഷനൊന്നും ഇല്ലാതെ കുറച്ച് ദിവസം ടൂറിൻ്റെ മൂഡിലായിരുന്നു നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരുന്നില്ലേ, അതുപോലെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, മൂന്നാറോ അങ്ങനെ വാഗമണ്ണോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രനെ വിളിച്ചിട്ട് എവിടെ എത്തി, എന്തായി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എക്സാം ആയില്ലേ, എവിടേക്ക് ഇനി കറങ്ങാൻ പോകണ്ട, നേരെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മക്കളോട് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ അച്ഛാ, ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരും തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ വീടെത്തിയതും അലീന അവൾക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വെള്ളവും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.